പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദിനതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ വീണ്ടും കൂടി വരുവാൻ, ആയുസ്സിൽ കാണാത്ത ഒരു പുതിയ പ്രഭാതം, പുതിയ പുലരി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കിടയാക്കിയ വലിയ കൃപയ്ക്ക് ദൈവനാമത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട്, ദൈവം നമുക്ക് ചെയ്തിരിക്കുന്ന എല്ലാ ഉപകാരങ്ങൾക്കും, നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കും ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട്, നന്ദി കരയേറ്റിക്കൊണ്ട്, പ്രാർത്ഥനയോടെ ഇന്നത്തെ ദൈവവചന ധ്യാന ചിന്തയിലേക്ക് പ്രവേശിക്കുവാൻ വെളിപ്പാട് പുസ്തകം 21 അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കുന്നു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് 3 and 4 3-4 വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി കേട്ടത്. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വെളിപ്പാട് പുസ്തകമാണ് ഇതിൻ്റെ ആധാരമായ പശ്ചാത്തലമായ കാര്യം. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം തമ്പുരാൻ അതേ കർത്താവിൻ്റെ രണ്ടാം വരവിന് ശേഷം പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ, സഭയോടുകൂടെ അല്ലെങ്കിൽ സഭയോടൊപ്പം യേശു കർത്താവിൻ്റെ വാസം, നമ്മളോടൊപ്പമായിരിക്കുന്ന ആ വാസം, അതാണ് ഇതിനകത്തെ ആ പശ്ചാത്തലം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം. യോഹന്നാൻ വെളിപ്പാടിൽ കാണുമ്പോൾ ഇങ്ങനെ കാണുകയാണ്, സിംഹാസനത്തിൽ, ദൈവ സിംഹാസനത്തിൻ്റെ മഹാശബ്ദം കേൾക്കുക. അത് കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഇതുവരെ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ കൂടാരം ഇവിടെയുണ്ട്. അതിൻ്റെ ഒരു നാന്ദി എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ എംബസി ഈ മറ്റൊരു രാജ്യത്ത്, ഏതെങ്കിലും ഒരു രാജ്യത്ത്, സൗദി അറേബ്യയിലോ കുവൈറ്റിലോ അമേരിക്കയിലോ ഇന്ത്യയുടെ എംബസി ഉണ്ട്. ഇന്ത്യയല്ല, പക്ഷേ ഇന്ത്യയുടെ എംബസി ഉണ്ട്. ഇതുപോലെ സ്വർഗരാജ്യത്തിന്റെ എംബസികളായി, സ്വർഗരാജ്യത്തിന്റെ അംബാസിഡേഴ്സായി, എംബസിക്കകത്ത് ഒരു അംബാസിഡർ ഉണ്ടാവും. ആ കോൺസുലേറ്റിനകത്ത് ഒരു കോൺസുലേറ്റർ, ഒരു അംബാസിഡർ ഉണ്ടാകും. ഇന്ത്യയുടെ അംബാസിഡർ കുവൈറ്റിലുണ്ടാകും, സൗദി അറേബ്യയിലുണ്ടാകും, അമേരിക്കയിലുണ്ടാകും, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഏതൊക്കെ രാജ്യത്ത് ഇന്ത്യൻ കോൺസുലേറ്റ് ഉണ്ടോ അവിടെ എല്ലാം ഇന്ത്യൻ അംബാസിഡേഴ്സ് ഉണ്ടാകും. ഇതുപോലെ ഈ സ്വർഗത്തിന്റെ അംബാസിഡേഴ്സായി ദൈവം തമ്പുരാൻ തൽക്കാലം നമ്മെ ഇവിടെ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ മന്ദിരം, അതുപോലെ എംബസി പോലെ, സ്വർഗത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്ന എംബസി പോലെ ഇവിടെ ഇപ്പോഴുണ്ട്. ഇവിടെ ഉള്ളപ്പോൾ തന്നെ അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും. എവിടെ ദൈവരാജ്യമുണ്ടോ അവിടെ നീതിയുണ്ട്, സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവിലെ സന്തോഷമുണ്ട്. ഇവിടെ നാം വായിച്ചു കേൾക്കുമ്പോൾ നാം അറിയുന്നത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന് കൂടാരം. ഇപ്പൊ വസിക്കുന്ന ഈ കൂടാരത്തിന്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞ എംബസികളിൽ അത് ദൈവരാജ്യം, എംബസി മാറി ദൈവരാജ്യത്തിലേക്ക് മാറിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. ആ ദൈവരാജ്യത്തിൽ കർത്താവിനോട് കൂടെ വാഴും. കർത്താവ് നമുക്ക് സ്ഥലമൊരുക്കാൻ വേണ്ടി പോയിരിക്കുന്ന അവിടെ കൂടെ ഇരുന്ന് വാഴുന്ന ദിവസം. ഇപ്പോ ഇതെല്ലാം സംഭവിക്കുമ്പം ഇവിടെ ഒരു ട്രയൽ റൺ പോലെ, ഒരു പരീക്ഷണം പോലെ, ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു ട്രാക്ക് പോലെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. ഇവിടെ ഇപ്പോ നമ്മൾ ദൈവത്തിന്റെ കൂടാരം അനുഭവിക്കുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെട്ട് കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ ഇവിടെ അനുഭവിക്കുന്നു. അവൻ അവരോട് കൂടെ വസിക്കും. ഈ വചനം പറയുന്ന കർത്താവ് നമ്മോട് കൂടെ വസിക്കുന്ന ഇപ്പോ കാണുന്ന ഇതിന്റെ പൂർത്തീകരണമുണ്ട്. ഇന്ന് നാം അംശമായി മാത്രം, അത് ഹൃദയത്തിനകത്ത് കർത്താവിന്റെ വാസം, കർത്താവിനെ വഹിക്കുന്നവരായി തീരുന്നു. എന്നാൽ അതേ കർത്താവിന്റെ വരവിന് ശേഷം നിത്യതയിൽ കർത്താവിനോട് കൂടെ വാഴും. കർത്താവ് കുഞ്ഞാട് താൻ അതിന്റെ ആ ദൈവ കുഞ്ഞാട്, അവൻ ആ ദൈവ കുഞ്ഞാട് അതിന്റെ വിളക്കായിരിക്കും. നീതി സൂര്യൻ പ്രകാശമായിരിക്കും. സൂര്യൻ ഉണ്ടാകിയില്ല, പിന്നെ ആ പ്രകാശത്തിന്റെ നീതി സൂര്യനാകുന്ന കുഞ്ഞാടിന്റെ വിളക്കിന്റെ കീഴിലായിരിക്കും നമ്മൾ. ആ പ്രകാശത്തിന്റെ കീഴിൽ കുഞ്ഞാടിനോട് ചേർന്ന് ഭരിക്കുന്ന മണവാട്ടിയായി തീരും. അതാണ് പറഞ്ഞിരിക്കുന്നത്, സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത്. അത് ഞാൻ കേട്ട്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും. ഇന്ന് ദൈവം തമ്പുരാൻ കൂടെ വസിക്കുന്നു, ആ ഹൃദയത്തിനകത്ത് വസിക്കുന്നു. കൂരിരുൾ താഴ്വരയിൽ നമ്മോട് കൂടെയുണ്ട്. വേദനയ്ക്കകത്ത് കണ്ടാലും ലോകാവസാനത്തോളം കൂടിരിക്കാമെന്ന് പറഞ്ഞ നാഥൻ കൂടിരിക്കും. അനാഥനായി വിടുകയില്ലെന്ന് പറഞ്ഞ കർത്താവ് കൂടിരിക്കും. വേദനയുണ്ട്, ദുഃഖമുണ്ട്, എന്നാൽ ലോകത്തെ ജയിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. ഇതാ നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശ പൂർണ്ണമാകുന്നത് ഇന്ന് ആത്മീകമായി നമ്മൾ ഈ അനുഭവിക്കുന്നത്, ആക്ഷരികമായി നമ്മൾ കർത്താവിനോട് കൂടെ വാഴുന്ന ഒരു ദിവസമുണ്ട്. ഇതാ അവരവരോട് കൂടെ വസിക്കും. എന്നിട്ട് പറയുന്നു, അടുത്ത വചനം പറയുന്നു, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. നാം കർത്താവിന്റെ ജനമായിരിക്കും. നമ്മൾ ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടിയിരിക്കും.
ഇപ്പൊ ദൈവമായിരിക്കുന്ന നമ്മൾ വിശ്വാസത്താൽ ശിഷ്യന്മാരോട് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. ഇന്ന് വിശ്വാസത്താൽ ദൈവം നമ്മുടെ കൂടെ വസിക്കുമ്പോൾ, ദൈവത്തോടു കൂടെ വസിക്കുമ്പോൾ, അന്ന് ആശ്ചര്യമായി കർത്താവിനോട് കൂടെ വസിക്കുന്ന ഒരു ദിവസം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. കർത്താവിനോട് കൂടെ വസിക്കുന്ന ഒരു ദിവസം ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ന് കരയുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് വേദനിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് ചേർന്ന് നിന്ന് കണ്ണ് നിറഞ്ഞ് നിന്നെ പുച്ഛിക്കുമ്പോൾ, തള്ളിക്കളയുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ, വേദനപ്പെട്ട് ഭാരപ്പെട്ട് ഒറ്റയ്ക്കിരുന്ന് കരയുന്ന നിന്നോടുള്ള വചനമാണ് 4-ാമത്തെ വാക്യം പറയുന്നത്. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചുകളയും. ദൈവം താൻ വന്ന് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടച്ച് വേദന ഒപ്പിയെടുത്ത് ആ സങ്കടങ്ങൾ മാറ്റിയെടുത്ത് ദൈവം താൻ പരിഹരിക്കുന്ന ഒരു ദിവസം നമുക്ക് വേണ്ടിയുണ്ട്. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും. കർത്താവ് നമ്മളോട് കൂടെ വസിക്കുന്ന ഒരു ദിവസമുണ്ട്, നമ്മളോടൊപ്പം വസിക്കുന്ന ഒരു ദിവസമുണ്ട്. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് താൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര്, എല്ലാ ദുഃഖം ഇനി ഉണ്ടാകില്ല, വിലാപമില്ല, മുറവിളിയില്ല, ദുഃഖവും കണ്ണുനീരും വിലാപവും ഇല്ലാത്ത ആ നിത്യലോകത്തിലേക്ക് നമ്മളെ ചേർക്കുന്ന ഒരു സുദിനം ഉണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ ഏക പ്രത്യാശ. അതുകൊണ്ട് ആ കൊരിന്ത്യർ ലേഖനം പറയുന്നത്, ഈ ആയുസിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരും അരിഷ്ടന്മാരത്രേ. അങ്ങനെയല്ല, ഈ ആയുസിലല്ല, നമുക്കൊരു നിത്യജീവിതമുണ്ട്, നിത്യമായ പ്രത്യാശയുണ്ട്, കർത്താവിനോട് കൂടെ വാഴുന്ന സുദിനമുണ്ട്. അതിന് ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. സ്വർഗീയ കർത്താവെ, ഞങ്ങൾ ചേർന്ന് അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് അടുത്തു വരുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം കൈമാറുന്നു. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ തുടച്ചു കളയും. ഇനി ദുഃഖമില്ല, മുറവിളിയില്ല, സങ്കടമില്ല. ആ പ്രത്യാശ ഞങ്ങളെ ഭരിക്കുവാൻ, ഈ ലോകത്തിലെ വേദനയും ഈ ലോകത്തിലെ കഷ്ടവും വരുവാനുള്ള നിത്യദേശത്തിന്റെ കനമാണെന്ന് ഉറപ്പിക്കുവാൻ സ്വർഗ്ഗം ഞങ്ങൾക്ക് കൃപ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. വചനം കൈമാറുന്നു. കൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. ആ പ്രത്യാശയെ ഞങ്ങളെ നിറയ്ക്കുന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. എല്ലാ മാനവമഹത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചെറുകടിയിൽ നമ്മളെ അവിടിവിടങ്ങളായിട്ട് മറയ്ക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.